അപ്പൊ തുടങ്ങല്ലേ നമുക്ക്. മെസ്സിയുടെ സ്കൂള്, മെസ്സി കളിച്ചു വരുന്ന ഗ്രൗണ്ട്, മെസ്സിയുടെ വീട്, എല്ലാ സംഭവങ്ങളും നിങ്ങളെ കാണിക്കാൻ പോവാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മെസ്സി പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആട്ടോ. അപ്പോ മെസ്സി കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. മെസ്സിയുടെ കാലുകൾ ഇങ്ങനെ സ്കില്ലുകൾ ഇട്ടിട്ട് ബോൾ ഉണ്ടെങ്കിൽ കുറച്ച് സ്കില്ലിട്ട് കാണിച്ചു കൊടുക്കാറുണ്ടോ. ഗാലക്സിയ, അതായത് വേറൊരു പ്ലാനറ്റ് എന്നാണ് ഇവർ പറയുന്നത്. മെസ്സി വന്ന വേറെ സ്ഥലത്ത് നിന്നാണ് പറഞ്ഞതാ. Assistencia da Xavi nesta planeta para Messi, 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 immens Messi, encara 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 Messi. ചേട്ടൻ്റെ ഭാഗ്യം നോക്കിനി മെസ്സിയുടെ മുമ്പിലാ വരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള മെസ്സി ആരാധകർക്ക് ടീം ട്രാവലിസ്റ്റ് ഒരുക്കുന്ന മെസ്സിയുടെ വീട് എന്നുള്ള എപ്പിസോഡിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ? സ്വാഗതം. എല്ലാവർക്കും ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് മെസ്സിയുടെ വീടാണ്. മെസ്സി ജനിച്ച വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ? അപ്പൊ മെസ്സി ജനിച്ച വീട് കാണിക്കാനും 1986 ആ വെള്ളപ്പും കാണിച്ച് മെസ്സിയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണിക്കാൻ പോണത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ വാമോസ് അർജന്റീന ട്ടാ. ഇതാണ് ഇവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സ് ട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാം. ഇതിൽ ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് 1986 അർജന്റീന എടുത്തിട്ടുള്ള വേൾഡ് കപ്പ് ഇരിക്കണം ട്ടാ. അപ്പൊ ആ വേൾഡ് കപ്പ് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പതുക്കെ തുടങ്ങാം. എന്നിട്ട് മെസ്സിയുടെ വീട്ടിലേക്ക് ട്ടാ. ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ട്ടാ. നമ്മളിപ്പോ റൊസാരിയോയില് നിന്നലകിക്കൊണ്ടിരിക്കണ്. ചെഗുവേരയുടെ എപ്പിസോഡ് കലക്കുണ്ട്, മെസ്സിയുടെ എപ്പിസോഡ് കലക്കുണ്ട്, നിന്നലക്കണ്ട ട്ടാ. അപ്പൊ നമ്മളെ കോംപ്ലക്സിലേക്ക് എൻട്രി ചെയ്യണം ട്ടാ. അല്ല കളിക്കട്ടെ. എല്ലാ കളികളെ പറ്റി അർജന്റീനക്കാർ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്ലോബ് ഇടുന്ന് തിരിയാ എന്നാലോചിക്ക കളിക്കല്. എൻ്റെ ഉള്ളിൽ ഈസി കേട്ടാ. നമ്മൾ വിചാരിക്കണ പോലെ ബിൽഡിങ് ഇഞ്ചാമൊളി ഒന്നല്ല, സംഭവം നല്ല ക്ലാസിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു തോട്ടിലാണ് ഉണ്ടാക്കിയിരിക്കണ ഈ ബിൽഡിങ്. അപ്പം ഇത് 1 മണിക്ക് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള കോംപ്ലക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇവര് പറയുന്നത് ടൈമില്ല. അപ്പൊ നമ്മൾ വേൾഡ് കപ്പ് കണ്ടിട്ട് നമുക്കത് കണ്ടാ മതി. അർജന്റീന എന്ന് പറയുമ്പോ നമുക്ക് വേൾഡ് കപ്പ് മതിയല്ലോ. ഏത് അയ്യോ പറയല്ലേ, അറിയാത്ത ഭാഷ. ഗേറ്റ് തുറന്ന് കയറുമ്പോ മെസ്സിയാണ് നിൽക്കണടാ. നോക്കിയാ മെസ്സി ESPN പരസ്യങ്ങളും ബുക്കുകളൊക്കെ ഉണ്ട് അവിടെ. ESPN ഇറക്കിയുള്ള ബുക്കുകൾ മെസ്സി നിൽക്കണോടാ. മെസ്സി നിന്റെ വീട് കാണാൻ പോട്ടെ ഞങ്ങള്. മെസ്സി നിന്ന് ഗോൾ അടിക്കുക, നിന്ന് ഓടാ. അതാണ് മെസ്സിന്റെ മെയിൻ പണിട്ടാ. 2010 ഒളിമ്പിക്സ് അടിച്ചാലും മെസ്സിക്ക് വലണ്ടിയർ. എന്തായാലും ഇതിനൊക്കെ പുറമെ മെസ്സിക്ക് ഒരെണ്ണം കുറവുണ്ടായിരുന്നു, ഒരു വേൾഡ് കപ്പ്. അത് കിട്ടി. ഇനി ചെക്കനെ പിടിച്ചാൽ കിട്ടും. അപ്പൊ നമ്മൾ നടന്നു നീങ്ങുമ്പോ നമുക്ക് ഈ ഫുട്ബോളിന്റെ സ്ഥലത്ത് മാത്രമേ കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ. അർജന്റീനയുടെ ഒറിജിനൽ ജേഴ്സി മെസ്സി സൈൻ ചെയ്താണോന്ന് അറിയില്ലട്ടാ. ഒരു സൈൻ ചെയ്തൊരു ജേഴ്സി ഇരിക്കുന്നുണ്ട്. ഇതിന്റെ കപ്പറാണ് നമ്മുടെ വേൾഡ് കപ്പ് ഇരിക്കണടാ. ഈ വഴിയുടെ ലാസ്റ്റാണ് വേൾഡ് കപ്പ് ഇരിക്കുന്നത്. മറഡോണ എടുത്തിട്ടുള്ള 1986 വേൾഡ് കപ്പ് ഇട്ടാ. ഓരോ കളിക്കാരുടെ ചെറുപ്പത്തിലുള്ള അവരുടെ ജേഴ്സി, അവർ ഉപയോഗിച്ചിട്ടുള്ള ജേഴ്സി ഇട്ടാ. ഡിമാരിയൊക്കെ ഒരു ക്യൂട്ട് ബേബി അല്ലേ. 1988 ഡിമാരി ജനിച്ചേട്ടാ. ഡിമാരിയുടെ ജേഴ്സി ക്ലബിൽ കളിച്ച ജേഴ്സി നമ്മൾ കാണണേട്ടാ. അപ്പൊ നടക്കുമ്പോ ഓരോ സമയങ്ങളിൽ മറ്റേ ലെതറിന്റെ പന്തുകള് നമ്മൾ ബ്രസീലില് മറലയുടെ മ്യൂസിയത്തിൽ പോയപ്പോ കണ്ട പോലെ പഴയ ഫുട്ബോളുകള് 1932 ഫുട്ബോള്, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഫുട്ബോള്, പഴയ അർജന്റീനിയൻ ജേഴ്സി ഉണ്ടാ. 1949-57 ഉണ്ടായിരുന്ന ജേഴ്സി അർജന്റീനയുടെ. ഇതൊന്നിട്ടത് ടിക്കറ്റുകളാന്ന് തോന്നല്ലേ? എന്താ ടിക്കറ്റുകൾ? നമ്മള് മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഓരോ വർഷങ്ങളിലെ 96 ടിക്കറ്റുകൾ. അതെ, ഇവിടെ അതെ ഇരിക്കുന്നു. വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് അർജന്റീന എടുത്ത് കോപ്പ.
കോപ്പയിലുള്ള എല്ലാ വർഷവും ഓരോ ടൈം ഇതാ ബ്രസീൽ എടുത്തത് ഉറുഗ്വായി 1917 19 അങ്ങനെ അങ്ങനെ 2019 ബ്രസീൽ എടുത്തു, 21 അർജന്റീന, അവസാനം കോപ്പ എടുത്തിട്ടുള്ളത് അർജന്റീനയാടാ. അതിന് മുമ്പ് ചില്ലി 2 പ്രാവശ്യം അടുപ്പിച്ച് ചില്ലി എടുത്തിട്ടുണ്ടല്ലേ. എന്തായാലും കോപ്പ കപ്പ് കണ്ടുകൊണ്ട് നമ്മൾ വേൾഡ് കപ്പിന് എടുത്തിട്ടാ. ഓരോ സമയത്ത് അർജന്റീനയുടെ ക്ലബുകളിലൊക്കെ ജേഴ്സി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ. ഇവിടെ അർജന്റീന ഒരു വേറെ ജേഴ്സിയാണ് 2019 ടീമിന്റെ ജേഴ്സിയാണ്. ഈ ജേഴ്സിയൊക്കെ എത്ര കൊണ്ടും ബെറ്റർ നമ്മൾ പുതിയ ജേഴ്സി തന്നെയാണോ. അടിപൊളി അല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോണത് അർജന്റീന 1986 എടുത്ത വേൾഡ് കപ്പ് കാണാം. നമുക്ക് വാ വേറൊരു വേൾഡ് കാണാട്ടാ. മറഡോണ ഉയർത്തിപ്പിടിച്ച ആ വേൾഡ് കപ്പ് നമുക്ക് കാണാൻ നോക്കിയാ. വേൾഡ് കപ്പ് 86 ആണെങ്കിലും ഫോട്ടോ ഡിമരിയും എത്തി ലാസ്റ്റ് എടുത്തുള്ള ഫോട്ടോ ബാഗില് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നോണ്ടാ. ഇതാണ് ഈ വേൾഡ് കപ്പ് മറഡോണ എടുത്തിട്ടുള്ള ഈ വേൾഡ് കപ്പാണ് 1986. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു അഭിമാന നിമിഷമാണ്. വേൾഡ് കപ്പിന് സമയത്ത് വരാൻ പറ്റില്ലെങ്കിലും എടുത്ത വേൾഡ് കപ്പിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ലേ. പിടിക്കാൻ പറ്റുമോ? ഇസ്മായിൽ ടീം ഉണ്ടാത്ത തീർച്ചയായും ഇസ്മായിൽ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാരണം അവൻ അത്ര ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ വേൾഡ് കപ്പ് ഇരിക്കൂടാ. നമുക്ക് എടുത്ത് പൊന്തിക്കുന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. 1986 കേട്ടോ. ഇവിടെ വലിയൊരു ഗ്ലോബ് മൊത്തം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കട്ടാ. അങ്ങനെ നമ്മള് വേൾഡ് കപ്പ് കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടാ. അവരെ സമയം കഴിഞ്ഞു. 12 മണി ഒരു ടിക്കറ്റ് കൊടുക്കുള്ളൂ. നമ്മൾ 12 കാലം നമ്മളിൻ്റെ ഉള്ളിൽ നിന്നോട്ടാ. അപ്പൊ നമ്മള് വേൾഡ് കപ്പ് കാണണം കറക്റ്റ് സമയത്തല്ലേ. ചെക്കൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ കാരണം നമുക്ക് ആ സാധനം സാധിച്ചു. താങ്ക് യു. സാന്തപ്പന്റെ ചാനൽ മെൻഷൻ ചെയ്ത് തരാൻ സത്യം പറഞ്ഞാൽ അവർ അകത്തേക്ക് കടത്തി വിട്ട്. അതാണ് യഥാർത്ഥ സത്യം. എന്നാലും അവന്റെ ആ ഒരു പവർ ഭയങ്കരമായിട്ടാ. ഒരു രക്ഷയില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അർജന്റീനയിൽ നമുക്കൊരു മലയാളിനെ കിട്ടും. അത് ഇങ്ങനെ സഹായിക്കുന്ന മലയാളം കിട്ടുന്നത്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രാർത്ഥനയാട്ടാ. എന്തായാലും ഇവരോട് നമുക്ക് താങ്ക് യു പറയാം. ഗ്രാസിയാസ് പറയാം. ഗ്രാസിയാസ്. താങ്ക് യു. താങ്ക് യു. റൊസാരിയോന്റെ റോസ് അല്ലേ. എല്ലാവരും സൈൻ ചെയ്ത് പോയല്ലോ. ട്രാവൽസിക്ക് സൈൻ ചെയ്യണോ? ഫാനില്ലേട്ടാ. അപ്പൊ നമ്മള് ഇനി നിങ്ങളെ കാണിക്കാൻ പോണത് മെസ്സിയുടെ ഇവിടെ എത്താൻ മുമ്പ് ഒരു വേറെ സ്പെഷ്യൽ സംഭവം നിങ്ങളെ കാണിക്കാനുണ്ട്. അർജന്റീനയുടെ ഫ്ലാഗ് ആദ്യമായി കുത്തിയ സ്ഥലം നോക്കിയാ ചിന്തിക്കാൻ പറ്റുമോ? ഇതിന്റെ ചെറിയ ഹിസ്റ്ററി നമുക്ക് നമ്മുടെ ചെക്കൻ പറഞ്ഞുതരും. ഇവിടെ കണ്ട കൊടിയും കൊണ്ട് ഈ കൊടിയുടെ പേരെന്നിട്ടാ ജനറൽ ബെൽഗ്രാനോ. ജനറൽ ബെൽഗ്രാനോ. ഓക്കെ. പുള്ളിക്കാരനാണ് കൊടി ക്രിയേറ്റ് ചെയ്തത്. ആദ്യം അർജന്റീനൻ ഫ്ലാഗ് നീല വൈറ്റ് കോമ്പിനേഷൻ. അതെ. പിന്നെ സൂര്യൻ നടുക്ക് വരുന്നത്. പുള്ളിക്കാരൻ ആ ബിൽഡിംഗ് മൊത്തം പുള്ളിക്കാരെ വരച്ച് വെച്ചിരിക്കട്ടെ. പുള്ളിക്കാരൻ അനുയായികളെ കൊടിയും കൊണ്ടിട്ട് കുത്താനായിട്ട് പോണത് വരച്ച് വെച്ചിരിക്കണത്. ഇപ്പുറത്തെ സൈഡില് കൊടി കുത്തിയ സ്ഥലം കേട്ടോ. റിച്ച് ഏരിയ കേട്ടോ കാണുമ്പോ കേട്ടോ അല്ലേ. ബിൽഡിങ്ങിന് നടുക്കിൽ തന്നെ വലിയ പഴയ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടോ. നമ്മൾ മെസ്സിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴത് കണ്ടത്. അപ്പോൾ നമ്മളിത് കാണിക്കാണ്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ വഴിക്ക് പിന്നെ തിരിച്ചു വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അർജന്റീനയിൽ വന്നിട്ട് അർജന്റീന കൊടി കുത്തിയ സ്ഥലം കാണിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? എന്തായാലും അകലം കൂടുന്നവരും ആ ഭംഗി കൂടിക്കൊണ്ടിരിക്കട്ടോ. ആ വരാടെ ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കട്ടാ. 24 മണിക്കൂറും തീ കത്തിട്ടോ ഇവിടെ. ഓ കാഴ്ച തന്നെയാട്ടത്. ഈ ചൂട്ടത്തെ ഈ ചൂടിൻ്റെ അടുത്ത് നിൽക്കാണ്ടല്ലോ. അതൊരു സംഭവം തന്നെയാട്ടാ. ഇവിടെ നിന്നാണ് ആ കാഴ്ച നമ്മൾ അമ്പരിപ്പിക്കാൻ പോണേട്ടാ. നോക്കിയാ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. ഒരു രക്ഷയില്ല. എല്ലാ വർഷവും ഇവിടെ എല്ലാ സ്കൂളിൽ നിന്നും ചെറിയ കുട്ടികൾ വന്നിട്ട് ഫ്ലാഗ് ഡേ എന്ന് പറഞ്ഞൊരു ഈ മന്ത് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റ് ആയിട്ടാ വരുന്നത്. അത് എല്ലാ വർഷവും എല്ലാ സ്കൂളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോലെ വരും. ബുനോസ് ഐരീസ് ഒന്നും ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നില്ല കാണിക്കാനായിട്ടില്ല. അതെ അതെ അതെ. ഇവിടുന്ന് ഒരു പ്രോമിസ് എല്ലാം ചെയ്തിട്ടാണ് അവര് തിരിച്ചു പോവാ. എന്തിന്? അതായത് സത്യപ്രതിജ്ഞ എന്നെല്ലാം പറയൂലേ. ഇത് സ്ഥാപിച്ചിട്ടുള്ള വർഷം കേട്ടോ നിങ്ങൾ ഞെട്ടോ. 1811 ട്ടാ. ചിന്തിക്കാൻ പറ്റോ? 210 വർഷങ്ങൾക്ക് മുമ്പ് ട്ടാ. അതും ജനറൽ ബെൽഗ്രാനോ എന്ന് പറഞ്ഞ ആള് മരിച്ചതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചതിനകത്ത് കയറാൻ പറ്റുമോ? 1811 ഭയങ്കര വലിയൊരു പ്രതിമയും അതേപോലെ ഹൈറ്റ് കേട്ടോ. ഇതിന്റെ 4 സൈഡും കൊത്തുപണി കൊണ്ട് നിറഞ്ഞു വെച്ചിരിക്കട്ടാ. അടിപൊളി. അവിടെ ഫ്ലാഗ് കാണാല്ലേട്ടാ. മാസ്റ്റർമാൻ
നമുക്ക് എത്രയും പെട്ടെന്ന് മെസ്സിയുടെ അവിടുത്തെ സ്ട്രീറ്റിന്റെ അവിടേക്ക് പോകണം. മെസ്സി നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ, റൊസാരിയോലത്തെ ഒരു തെരുവിൻ്റെ ഉള്ളിലാണ് മെസ്സിയുടെ വീട് നിൽക്കുന്നത്, ജനിച്ച വീട്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ട് സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെതായ പേടി ഉണ്ട് കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ പേടി തന്നെയാ. അപ്പോൾ നമ്മളിത് കണ്ട് പോകണം. ഇത് കണ്ടപ്പോൾ നമുക്കിത് നിങ്ങളെ കാണിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് നേരെ ക്രോസ് ചെയ്തിട്ട് കാറിൽ കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ മെസ്സിയുടെ ജന്മ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടങ്ങല്ലേ നമുക്ക്. മെസ്സിയുടെ സ്കൂള്, മെസ്സി കളിച്ചു വരുന്ന ഗ്രൗണ്ട്, മെസ്സിയുടെ വീട്, എല്ലാ സംഭവങ്ങളും നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇസ്മായിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റോ? മെസ്സിയുടെ താവളത്തിലെത്തിരിക്കട്ടാ റൊസാരിയോയില്. കൺകുളിർ കേക്കാണ് മെസ്സിട്ടാ. മെസ്സി എത്തിയിട്ട് നമ്മള് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചുട്ടാ. 2 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു മെസ്സിയുടെ വീട് കാണാൻ അർജന്റീനയിലേക്ക് എത്തുന്നത്. എത്തി നമ്മളിട്ട് അവിടെ അതായത് മെസ്സി കളിക്കണൂട്ടാ. ഈ ഒരു ഫോട്ടോ വേൾഡ് ഫേമസ് ആട്ടാ. റൊസാരിയോയില് മെസ്സിയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഫോട്ടോന് മുമ്പ് തന്നെ നമുക്ക് മെസ്സിയുടെ വീട്ടിലേക്കുള്ള കാഴ്ചകൾ തുടങ്ങാം. മെസ്സി പഠിച്ച സ്കൂള്, മെസ്സി കളിച്ച് വളർന്ന ഗ്രൗണ്ട്, മെസ്സി ആദ്യമായിട്ട് കളിച്ച ഫുട്ബോൾ ക്ലബ്ബ് ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോന് മുമ്പ് തന്നെ നമുക്ക് മെസ്സിയുടെ വീട് കാണിക്കാം. മുനിസിപ്പലാൻഡ് ഡി റൊസാരിയോ യൂണിവേഴ്സോ IMG റെന്റൽ ഇതൊക്കെ എഴുതിട്ടാ. എന്തായാലും ഗാലക്സിയ, അതായത് വേറൊരു പ്ലാനറ്റ് എന്നാണ് ഇവർ പറയുന്നത്. മെസ്സി വന്ന വേറെ സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞടാ. കപ്പെടുത്തപ്പോ റിയാലിറ്റി ആയി. കപ്പെടുത്തില്ലെങ്കിലും ചെക്കൻ്റെ ഒരു പേര് പോലും ചോർന്നു പോകില്ല. പക്ഷെ കപ്പെടുത്തപ്പോ മെസ്സി ആയിട്ടാ. ഒരു പ്രത്യേക സന്തോഷട്ടാ മുമ്പിൽ നിൽക്കുമ്പോ. അപ്പൊ മെസ്സിയുടെ നാട്ടിൽ നമുക്ക് കാണേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാ. ഒപ്പം മെസ്സിയുടെ ഇത്രയും വലിയൊരു ആർട്ട് വർക്ക് കൂട്ടാ. നമുക്ക് ആദ്യം മെസ്സിയുടെ സ്കൂളിലേക്ക് പോവാട്ടാ. മെസ്സിയുടെ പടം വരയ്ക്ക് മുമ്പിൽ നിന്നൊരു ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടാ. നേരെ നമുക്ക് ഈ വഴിക്കല്ലേ സ്കൂള്. അപ്പൊ നമ്മള് ഇനി അടുത്തത് കാണാൻ പോണത് മെസ്സി പഠിച്ച സ്കൂളാട്ടാ. ഇതേ ഗവൺമെന്റ് സ്കൂളിട്ടാ. മെസ്സി പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ട് വശം നമുക്ക് കാണാട്ടാ. സ്കൂളിന്റെ പേര് ഹെനറൽ ലാസ് ഹെറാസ് എന്നാണ് സ്കൂളിന്റെ പേര്. ഓരോ സ്കൂളിനും ഇവിടെ ഓരോ നമ്പർ ഉണ്ടാവും. ഇത് നമ്പർ 66 ആണ് വരുന്നത്. അടിപൊളി. ആ സ്കൂളിന് മുമ്പിലും അർജന്റീനയുടെ ഫ്ലാഗ് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നുണ്ടാ. ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ ആ പടം കാണുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് അതിന്റെ സ്കൂളിന്റെ ശരിക്കുള്ള വശം നിൽക്കുന്നത്. ഇവിടെ സ്ട്രീറ്റിലത്തെ ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്. വേറെ കാര്യം, ഇവിടെ ഈ മൊബൈൽ തട്ടിപ്പുറത്തി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചെറുപൊക്കെ സംഭവങ്ങളൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ഏരിയയാണ്. അപ്പം അതുകൊണ്ട് വേറെ ജീവഹാനിയൊന്നും ഉണ്ടാവില്ല. സാധനങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അതിന് മെയിൻ പ്രശ്നം ഉണ്ടാ. ഇതാണ്ട ഫോട്ടോസ് കണ്ടാ. ഗവൺമെന്റ് സ്കൂളിന്റെ ഗവൺമെന്റ് സ്കൂളിന്റെയും ഫ്രണ്ടിൽ ഇതുപോലെയുള്ള ഗ്രാഫിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ അവര് ആ സ്കൂളിലെ കുട്ടികൾ ചെയ്ത ഓരോ ആർട്ട് വർക്ക് കാര്യങ്ങൾ അവർ പുറത്ത് ഇതേപോലെ ആൾക്കാർ കിടക്കണ അതൊക്കെ സ്വല്പം അരവെട്ടണ മെയിനായിട്ട്. ഒക്കെ നമ്മുടെ മരുന്നുകളൊക്കെ വലിച്ചു കയറ്റിട്ട് കിടക്കുന്ന ആൾക്കാരാട്ടാ. ഡേഞ്ചറാന്നുള്ളൊരു സംഭവം പറഞ്ഞേട്ടാ. അത് സ്കൂളിന്റെ ഭാഗമാണ്. മെസ്സിയൊക്കെ കളിച്ചു വളർന്നിട്ടുള്ള ക്ലാസ് മുറികളായിരിക്കട്ടെ അതിന്റെ ഉൾഭാഗം. കളിച്ചു വളർന്നല്ലേട്ടാ, പഠിച്ചു വളർന്നത്. അവസാനം കളിച്ചു വളർന്ന പോലെ ഇത് മാത്രല്ല, അത് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടാ. സ്കൂളിന്റെ മുതലും നമ്മളെ സൈഡിൽ കാണാട്ടാ. പിന്നെ അതുപോലെ തന്നെ ആ സൈഡ് മെസ്സിന്റെ ഒരു പിക്ചർ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവം എല്ലാം അധികം, അതായത് നിങ്ങൾ അർജന്റീനയിൽ ഏത് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും കാണാൻ വേണ്ടി പറ്റും. അപ്പോ ഈ വാട്ടർ ടാങ്കിന്റെ സൈഡില് താഴെ കണ്ട ഡിമാരിനെ പോലെ ഇല്ലേ? ചെറിയ ചായകള് പറഞ്ഞ പോലെ മെസ്സിട്ടാ. മെസ്സിയുടെ കാൽപന്ത് കൊണ്ട് അമ്മാനാണോട്ടാ. ഇവിടെ എഴുതിണ്ടോ അല്ലേ അണ്ണാ? ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ട. പഠിച്ച സ്കൂളിന്റെ ചുമരുമ ആളെ പടം വരച്ച് വെച്ചിരിക്കുക. ഇതിന് മേലൊരു അംഗീകാരം വേണം. നോക്കിയേക്ക് നിങ്ങള്. ചിന്തിക്കാൻ പറ്റോ? ഇതൊക്കെ വേൾഡ് കപ്പ് എടുക്കണേക്കാളും മുകളിലുള്ള അംഗീകാരങ്ങളാട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ആ കുട്ടിയുടെ പടം, ഇവിടുത്തെ മെയിൻ അത്രയ്ക്ക് പഠിക്കാൻ കൊള്ളില്ലാത്ത മെസ്സിയുടെ പടം വരച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയണേട്ടാ. ഒരു രക്ഷയില്ലാട്ടാ. മെസ്സി സോ പ്രൗഡ് ഓഫ് യു. അങ്ങനെ മെസ്സി പഠിച്ചു വരുന്ന സ്കൂളിന്റെ സൈഡിൽ കൂടെ നമ്മളിത് നടന്നുകൊണ്ടിരിക്കട്ടാ. ആ മറവിൽ മെസ്സിനെ കണ്ടുകൊണ്ടിട്ടാ. ഇവിടെ ഏത് ചുമരും നാടും മണ്ണും ജഗന്നാഥിന് തുല്യം നടക്കിടക്കാൻ നമ്മൾ പറയാറുള്ള പോലെ ഇവിടുത്തെ എന്തും മെസ്സിക്ക് തുല്യാട്ടാ. മെസ്സി ഇല്ലാതെ റൊസാരിയോ ഇല്ലാന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ എക്സൈറ്റഡിലാണ്. വീണ്ടും ഈ നാട്ടിലേക്ക് വരുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞാൽ മെസ്സിനെ അടുത്തറിയുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നാൽ. സ്കൂളും പിന്നെ കളിച്ച സ്ഥലവും അതെല്ലാം കാണാൻ വേണ്ടി പോയല്ലേ, അതിന്റെ സന്തോഷം. ഇനി നമ്മള് മെസ്സി കളിച്ച ഗ്രൗണ്ടും കാണിക്കട്ടോ. മെസ്സി ആദ്യമായിട്ട് ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ആ ക്ലബിന്റെ ഗ്രൗണ്ട് നമ്മൾ കാണിക്കുക. ആ ക്ലബ്ബും കാണിക്കട്ടോ.
മെസ്സി ഇടയ്ക്കിടയ്ക്ക് മെസ്സി നമ്മൾ റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. അതെ, സ്വന്തം സ്കൂൾ ഈ കാണുന്നത് മെസ്സിയുടെ അടുത്തൊരു സാധനം ഇവിടെ കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ഇതിലെ നടന്നിട്ട് വേണം മെസ്സിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. മെസ്സിയുടെ വീട് കാണാനുള്ള ആകാംക്ഷ കേട്ടോ. നമ്മൾ ചെഗുവരയുടെ വീട് കണ്ട പോലെ ഇല്ലട്ടോ, അത് ടൗണിലായിരുന്നു. ഇതൊരു റൊസാരിയോത്തെ ചെറിയൊരു ചേരിയുള്ളിലാണ് മെസ്സിയുടെ വീട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കാണ്ട്. എന്താ സ്മേല നല്ലോണം പേടിക്കണം. അതായത് നമ്മുടെ ബുനോസ് ഐറിസിനെക്കാട്ടിയും കുറച്ചുകൂടി പേടിക്കണം. കൂടുതൽ സെക്യൂർ ആയിട്ട് നമ്മൾ എന്തായാലും നടക്കണം. രാത്രി എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് റിസ്ക് എടുക്കരുത്. ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇങ്ങോട്ട് വരരുത്. പകലിപ്പോൾ 2 പേരുണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ തോക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 അല്ല 10 പേരായാലും മിണ്ടാണ്ട് കുത്തിരിക്കാന്നല്ല കേട്ടോ. അപ്പോൾ കുറേ അപ്പാർട്ട്മെന്റുകളൊക്കെ കടന്ന് നമ്മളെല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളൊരു ഈ ഗ്രൗണ്ടിലാണ് മെസ്സി കളിച്ചു വളർന്നത്. ഈ ഗ്രൗണ്ടിലല്ല കേട്ടോ, ഗ്രൗണ്ട് അത് കാണിച്ചു തരാം. ഇതാണ് മെസ്സിയുടെ ക്ലബിന്റെ കളർ കേട്ടോ. ആദ്യത്തെ ക്ലബിന്റെ പേര് എന്താ? ന്യൂസൽ ഓൾഡ് ബോയ്സ്. ന്യൂസൽ ഓൾഡ് ബോയ്സ് ക്ലബിന്റെ കളറാണ് എല്ലാ പോസ്റ്റിനും അടിച്ചു വെച്ചിരിക്കണ. നമ്മുടെ നാട്ടില് കമ്മ്യൂണിസ്റ്റിന്റെ കളർ അടിച്ചു വെച്ച പോലെ കേട്ടാ. റെഡും കമ്മ്യൂണിസ്റ്റ് റെഡ് മാത്രമല്ല, ഇത് ബ്ലാക്ക് കൂടി ഉണ്ട് കേട്ടോ. നടന്ന് മെസ്സിയുടെ വീട് എടുക്കണം. നമ്മള് വരുമ്പോ ഒരു മതില് മൊത്തം മെസ്സിനെ പറ്റി എന്താ എഴുതിയിരിക്കണം? എന്നിട്ട് എഴുതിയിരിക്കണേ മെസ്സി ദേ ഓത്രോ ഗാലക്സിയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? അതായത് മെസ്സി അതർ വേറൊരു പ്ലാനറ്റിൽ നിന്നാണ് ഈ ദേ മീ ബാരിയോ. അതുപോലെ തന്നെ എന്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ നൈബർഹുഡ് എന്നെല്ലാം പറയും. മലയാളത്തിൽ എന്താ പറയോ? അൽപ്പക്ക എന്നെല്ലാം പറയില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടത് മെസ്സിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുവർ ചിത്രങ്ങളിലെ പെരുമഴ നമ്മൾ കാണാൻ തുടങ്ങാൻ പോണ്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കൗതുക കാഴ്ച കൂടി ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. കാണിച്ചു തരട്ടെ? മതിലുമ എഴുതി വെച്ചാട്ടാ. 3 വേൾഡ് കപ്പ് ട്ടാ. 78, 86, 2022. അപ്പോ അവസാനത്തെ വേൾഡ് കപ്പ് എടുത്തപ്പോഴും അങ്ങനത്തെ ഒരു സ്റ്റാർ അവിടെ അവര് വരച്ചു വെച്ചോട്ടാ. എന്തായാലും ഭയങ്കര ആഘോഷത്തിലാട്ടാ അർജന്റീനത്തെ ആൾക്കാര്. അവിടെ പോലീസുകാരൊക്കെ വണ്ടി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ആംബുലൻസ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നടന്നു പോകുമ്പോൾ മെസ്സിയുടെ ഒരുപാട് പടങ്ങൾ നമുക്കിവിടെ കാണാട്ടാ. എല്ലാ ചുമരുമയും എല്ലായിടത്തും മെസ്സിട്ടാ. ഒരു മെസ്സിയുടെ ലഹരിയാണ് നമ്മൾ കാണാം. 78 ഇവിടെ ഒരു സ്റ്റാർ 78. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്ത് 86. അവർ റോട്ടിൽ വരെ അടിച്ചു വെച്ചിരിക്കട്ടാ. എന്നാ വെള്ളപ്പെടുത്തുന്നു ഇനി മറക്കണ്ടെന്ന് വെച്ചിട്ടാവും. മെസ്സിയുടെ ബാല്യകാല ഫോട്ടോസും മെസ്സിയുടെ പെങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. ഒരു അത്യപൂർവ കാഴ്ചട്ടാ. ഇതിൽ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് യൂണിക്കായിരിക്കും. നിങ്ങൾ മുമ്പിൽ ഒരു സ്ഥലത്തും ഈ ഒരു ഫ്രെയിമുകൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. മെസ്സിയുടെ ഫോട്ടോസൊക്കെ ഉണ്ട്, മെസ്സിയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെസ്സിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ പടങ്ങൾ തന്നെയാടാ. ഇതൊക്കെ മെസ്സിയാടാ. ഈ ബോളും പിടിച്ചിരിക്കുന്നതൊക്കെ മെസ്സിയാണ്. എവിടെ നോക്കിയാലും മെസ്സിയാട്ടാ. ഇതാണ് സ്ഥലത്തിന്റെ പേര് ലാ ബഹാദ എന്ന് പറയോ? സ്പാനിഷ് ട്ടാ. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പോകുമ്പോ ഫുള്ള് മെസ്സിന്റെ കണ്ണും മെസ്സിയുടെ മൂക്ക്, മെസ്സിയുടെ ക്ലബിന്റെ കളറ്. അങ്ങനെ നമ്മള് മെസ്സിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മുമ്പ് ഒരു ക്ലബ്ബ് കാണിക്കാണ്ട് നമുക്ക് ഒരിക്കലും മെസ്സിയുടെ വീടിന്റെ മുമ്പിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെസ്സി ആദ്യം കളിച്ചിട്ടുള്ള ക്ലബിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തണത് ന്യൂസ്വെൽ ഓൾഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിലാണ് മെസ്സി ആദ്യം കളിച്ചേട്ടാ. ഇവിടെ മതിലൂടെ ആണെങ്കിലും റൈറ്റ് സൈഡിലാണ് ഗ്രൗണ്ട് വരണേട്ടാ. ഗ്രൗണ്ട് അവിടെയും വരുന്നുണ്ട്. അവിടെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ട് ഗ്രൗണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ മെസ്സി ആദ്യമായി കളിച്ചത് സ്പെയിനിലേക്ക് പോകാനായിട്ട് മുമ്പ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കളിച്ച ഗ്രൗണ്ട് ന്യൂസ്വെൽ ഓൾഡ് ബോയ്സ് ട്ടാ. ഇംഗ്ലീഷ് ഇതിന്റെ അവിടെ സാധാരണ ഇംഗ്ലീഷ് എഴുതാറില്ല. ഇപ്പുറത്തെ ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഇത് ഓപ്പൺ ആടാ. നമുക്കൊന്ന് കയറി വെക്കാം. അപ്പോഴേ നമ്മള് മെസ്സി കളിച്ച് വളർന്ന ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തണം. ആദ്യത്തെ ഗ്രൗണ്ട് നമ്മൾ വീടിന്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും നമുക്കറിയില്ല. മെസ്സിയുടെ ചെറുപ്പകാലത്ത് എന്താ ഒരു 5 വയസ്സ് 6 വയസ്സിൽ 7 വയസ്സിലൊക്കെ കളിച്ചൊരു ഗ്രൗണ്ട് ഉണ്ട് വീടിന്റെ അപ്പുറത്ത്. അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. മെസ്സി ആദ്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കളിച്ച ഗ്രൗണ്ട് കാണിച്ചിട്ട് നമുക്ക് മെസ്സിയുടെ വീട്ടിലേക്ക് പോട്ടാ. അഭിമാനം നിമിഷട്ടാ. പിടിക്കാൻ പറ്റുമോ? അപ്പോ മെസ്സിയുടെ ഫോട്ടോ ഗ്രൗണ്ടില് മെസ്സിയുടെ എത്ര സ്കില്ലുകളും കാൽപ്പാടുകളും പതിഞ്ഞ സ്ഥലം. മെസ്സി ബോള് ട്രിപ്പിൾ ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെസ്സി. നമ്മൾ പെർമിഷൻ കിട്ടിയില്ലടാ. ചേച്ചി പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് പോകാൻ പറഞ്ഞു പുറത്തേക്ക്. മെസ്സി കളിച്ചു വളർന്ന ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബായ ന്യൂസ്വെൽ ഓൾഡ് ബോയ്സിന്റെ മുമ്പിൽ നിന്ന് ടീം ട്രാവൽസ് മെസ്സിയുടെ വീട്ടിലേക്ക് പോകണോട്ടാ. നമുക്ക് 5 മിനിറ്റ് ഉള്ള ഉള്ളിലേക്ക് വന്ന് എടുക്കാന്ന് പറഞ്ഞൊരു ഭാഗ്യട്ടാ. വേറെ കാര്യം. അപ്പോൾ അതാ ചേച്ചി നമുക്ക് വഴി തെളിച്ചു. അടിപൊളി. ഇത് 9th ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ളൂ, 11th ഗ്രൗണ്ടിന്റെ വലിപ്പമില്ല, 9th ഗ്രൗണ്ട് വലിപ്പമുള്ളൂ. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ചകൻ. വീട് കാണാനുള്ള ആകാംക്ഷ കൂടി വരുന്നുണ്ടോ? എന്റെ മോനെ പറഞ്ഞ മതിയാ. അവിടെ എത്താൻ വേണ്ടിക്ക്
ദാഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇനി മെസ്സിയുടെ വീട്ടിലേക്ക് കേട്ടാ. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ ഒരു ജംഗ്ഷനിൽ അർജന്റീനയുടെ അരങ്ങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടാ. അരങ്ങിന്റെ ഉള്ളില് അവിടെ ബോക്സിനുള്ള കുറെ ആളിരിക്കണ്ടല്ലോ. ഇവിടത്തെ ഏതൊരു ആരാള് ഏതൊക്കെ ഡി കുരിശിന് എടുക്കലാണോ പരിചയമില്ല. പക്ഷെ ഞാൻ കേട്ടെടുത്തോളം ആള് കുറച്ച് ഡേഞ്ചറാന്ന് പറയുന്നിട്ട്, നല്ലാണെന്ന് പറയുന്നിട്ട്. അതെ, ഡേഞ്ചർ രണ്ട് ഇതാന്നല്ല അഭിപ്രായങ്ങൾ. നെഗറ്റീവ് എനർജികളാവൂലെ. എനിക്ക് ഭാഗ്യമുണ്ട് തുറന്നുണ്ടോ മോനെ. അപ്പോ മെസ്സി കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. വീട് ഈ വഴിക്ക് പോയിട്ട് തൊട്ടപ്പുറത്താണ്, അത് കാണിക്കാം. അതിനു മുമ്പ് നമ്മളിത് മെസ്സി കളിച്ചു വളർന്ന ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കണോട്ടാ. ടീം ട്രാവലിസ്റ്റാ. നിങ്ങൾക്ക് എനിക്കും ഭാഗ്യമുണ്ട്. ഈ ഗേറ്റ് സാധാരണ തുറക്കാറില്ലേ? അല്ല, ഈ ഗേറ്റ് സാധാരണ തുറക്കാറില്ല. ഇന്ന് ഈ ഗേറ്റ് തുറന്നിട്ടാ. അതൊരു വേറൊരു ഭാഗ്യം. മെസ്സിയുടെ കാലുകൾ ഇങ്ങനെ സ്കില്ലുകൾ ഇട്ടിട്ട് ബോൾ ഉണ്ടെങ്കിൽ കുറച്ച് സ്കില്ലിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സി ഗോളടിച്ച പോസ്റ്റുകളാണ് ശരിക്കും കാണുന്നത്. ചെറുപ്പത്തിലെ 5 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന ഗ്രൗണ്ടാണ് നമ്മൾ കാണുന്നത്. ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് മൊത്തം പടമരങ്ങളാട്ടോ. പടങ്ങളുടെ പെരുമഴയുന്നത്. ഇവിടെ ഒരു വേൾഡ് കപ്പ് അവർ പുതിയ വരച്ചാന്ന് കേട്ടോ. കുട്ടിയായ മെസ്സിയുടെ ഒരു ദീപം പിടിച്ച് നിൽക്കണോട്ടാ ബോളും കൊണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? വിത്ത് വേൾഡ് കപ്പ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് എത്തണം കേട്ടാ. ഞാന് ബ്രസീലിയൻ ഫാനാണെങ്കിലും മെസ്സി ഫാനാ. മെസ്സിയുടെ നാട്ടില് മെസ്സി ജനിച്ചു വളർന്ന വീടിന് തൊട്ടപ്പുറത്ത് നമ്മൾ അടിക്കണേട്ടാ. പിടിക്കാൻ പറ്റുമോ? ഭയങ്കര സന്തോഷട്ടാ. നിങ്ങളുടെ അത്ര സപ്പോർട്ട് കാരണം നമ്മളിവിടെ എത്തിയത്. സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അതുകൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവിടെ മെസ്സിയുടെ ദീപം പിടിച്ച് നിൽക്കണു. ഒപ്പം തന്നെ മെസ്സിയുടെ എക്കാലത്തെയും ഏത് ഓടിച്ചാലും മെസ്സി നിൽക്കണ ആ ഒരു പോസ് അത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടാ. അത് ചെറുപ്പം മുതലേ മെസ്സി ഇങ്ങനെ കാണിക്കാറുണ്ടെന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയണത് കേട്ടോ. ഒരു രക്ഷയില്ലട്ടാ. അമ്മാരത്തെ ഫോട്ടോസും അമ്മാരത്തെ വരകളൊക്കെ ഉണ്ടാ. ഇതിൽ തന്നെ കുറേ മെസ്സി ഉണ്ട് കേട്ടോ. ഈ ഒരു മെസ്സി, ഇതൊരു മെസ്സി, ഇവിടെ ഒരു മെസ്സി. മെസ്സിയോ മെസ്സി, മെസ്സി 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 മെസ്സി. അപ്പോൾ നമ്മളിത് മെസ്സി ഗോൾ അടിച്ചത് രണ്ടാമത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഗോൾ അടിച്ച പോസ്റ്റൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഗോൾ അടിച്ച് വളർന്ന പോസ്റ്റൊക്കെ തൊട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാ. മതിലുമ്പോ വരെ മെസ്സി എഴുതി വെച്ചിരിക്കണേട്ടാ. മെസ്സി പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആട്ടോ. കാരണം നമ്മളിത് ഇറങ്ങി. അപ്പോൾ കളിച്ച ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ടാ. ഇറങ്ങിയിട്ട് ഈ വഴിക്ക് നമുക്ക് മെസ്സിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഫുൾ അർജന്റീനയുടെ ഫ്ലാഗ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള അർജന്റീനിയൻ വീടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേട്ടാ. കല്ലും കഷ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാ. അടിപൊളി, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മെസ്സിയുടെ വീടിൻ്റെ മുമ്പിലേക്ക് നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓല ഓല ഇന്ത്യയാണോ? നെയിം 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 nombre. Elea. Él es de youtuber de India. You Messi fan? Messi fan? Fanático de Messi. Mira, vivo cerca de casa. Mira. Acá a la vuelta. ഇവരെല്ലാരും നെയ്ബേഴ്സ് ആണ് കേട്ടോ. മെസ്സിയുടെ നെയ്ബറിനെ തൊട്ടാ. താങ്ക് യു. മെസ്സിയുടെ നെയ്ബറുടെ അടുത്തൊരു ഷെയ്ക്കിന്റെ തരാണ്ട് ഇവിടുന്ന് റൊസാരി വിടാൻ പറ്റും. എന്റെ പൊന്നു മോനെ, നമ്മള് ഏകദേശം ഒരു സ്കോപ്പ് ഉണ്ട്. നീ ഇത്തിരി വലുപ്പം കൂടുതലാണല്ലോ. Estaba diciendo, yo está tocando una vecino de Messi, como así. താങ്ക് യു ഒബ്രിഗേഡോ, സോറി, ഗ്രാസിയാസ്. അപ്പോൾ 2022 സ്റ്റാറും കണ്ടുകൊണ്ട് നമ്മള് മെസ്സിയുടെ വീട് കാണിക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഈ കാണാണ് അർജന്റീനയിലെ റൊസാരിയോ പട്ടണത്തിലെ മെസ്സിയുടെ ആദ്യത്തെ വീട്. മെസ്സി ജനിച്ചു വളർന്ന് 13 വർഷം ജീവിച്ച വീടാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. പിടിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് മുമ്പിൽ അർജന്റീന ജേഴ്സിമ ഒരുപാട് ആൾക്കാർ വന്ന് സൈനിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു മറ്റേ സ്കെച്ച് പെൻ ആണെങ്കിൽ ട്രാവലിസ്റ്റ് ആണ് ഏതാന്ന് കേട്ടോ. സ്കെച്ച് പെൻ തന്നെ മേടിച്ചോളൂ, നമുക്ക് എഴുതിയാലോ. ഷോപ്പില്ല, ചോദിച്ചു നോക്കാം. അപ്പൊ മെസ്സിയുടെ വീട് നമ്മൾ കാണാം കേട്ടോ. ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ മെസ്സി കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീട് മേടിക്കാനായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറിയതിട്ടാ. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ചേരിയാണ്. പക്ഷെ ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ പ്രമാണിച്ച് ഇവിടെയൊക്കെ മൊത്തം പെയിന്റിങ്ങും സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്ത് അടിപൊളിയാക്കി നിർത്തിയിരിക്കട്ടാ. ഈ വീട്ടിലത്തെ ചേട്ടൻ്റെ ഒക്കെ ഭാഗ്യം നോക്കി. മെസ്സിയുടെ വീടിന്റെ മുമ്പിലാ വീടിന്. മെസ്സിയുടെ വീടിന്റെ ചേട്ടാ എവിടെ വീട്? മെസ്സിയുടെ വീടിന്റെ മുമ്പിലാട്ടാന്ന്. പിടിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മള് മെസ്സിയുടെ വീട് അടുത്തൊന്നും അകലൊന്നൊക്കെ കണ്ട് കൺകുളിതൊക്കെ കണ്ടിട്ട് തന്നെ പോകണല്ലോടാ. എന്തായാലും ഈ ഒരു സമയം നല്ല സമയമാണ്. നമ്മളൊരു 7 മണി കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞ് ഇവിടെ നിൽക്കണത് സ്വല്പം ഡേഞ്ചറാ. എനിക്ക് ഇപ്രാവശ്യം വന്നേരം ഒരു ഭാഗ്യമുണ്ട്. എന്താ പറയുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവര് ചെയ്ത് കഴിഞ്ഞു. എന്താണെന്നറിയോ, ഈ ഗ്രാഫിറ്റി വേൾഡ് കപ്പ് പിടിക്കുന്നത്.
കല്ലക്കിട്ടാ കൈ മെസ്സി കൈ കൊണ്ട് പിടിച്ചത് വേൾഡ് കപ്പ് പിടിച്ചു നിൽക്കണ ആ ഗ്രാഫിക്സ് ഇട്ടാ. ഓ മെസ്സി മെസ്സി എന്റെ പൊന്നോ വേറെ ലെവലിട്ടാ. ടുയ നെക്സ്റ്റ് ആർന്ന് വെച്ചെന്നാ നിർത്തം അവിടെ മുകളില് യു ആർ അവേഴ്സ്. അങ്ങനെ മെസ്സിയുടെ കപ്പും പിടിച്ച് നിൽക്കണ പടം മെസ്സിയുടെ വീടിന്റെ ഈശോ ഇവിടെ വേറെ പടം കേട്ടാ. മെസ്സിയുടെ വീടിന്റെ സൈഡിൽ നിന്നാ കാണുന്നത്. വീടിന്റെ സൈഡിലത്തെ മതിലൊക്കെ പെയിന്റ് അടിച്ച് വേറെ മൂടാക്കിട്ടാ. അതിന്റെ മുകളില് മെസ്സി മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി നിൽക്കണം കേട്ടാ. എനിക്ക് തോന്നണം അതിന്റെ തീം കൊടുത്തിരിക്കുന്നത് മെസ്സി ഗ്രൗണ്ടിന്റെ മുമ്പിൽ നിന്നിട്ട് മെസ്സി ദൈവത്തിനോട് സംസാരിക്കണം സ്വന്തം വീട്ടിലിരുന്നിട്ട്. പിടിക്കാൻ പറ്റില്ല മെസ്സി തന്നെ. അപ്പോൾ നമ്മള് ഇവിടെ മെസ്സിയുടെ പടട്ടാ. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചെടുത്താന്നാണ് ഇസ്മായിൽ പറഞ്ഞത്. ഇസ്മായിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ജനവാദിന്റെ ചില്ലുമ വരെ മെസ്സിയുടെ കൈ വരച്ചിട്ടിരിക്കട്ടാ. ആർട്ട് വരക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരെ കപ്പന്മാര് വന്നിട്ട് വരച്ചിട്ടുണ്ടാവും അവിടെ. ഓ ആ ഒരു സന്തോഷം നോക്കിയാ മെസ്സിയുടെ മുഖത്ത് സങ്കടങ്ങളൊക്കെ നിറഞ്ഞാടണ മെസ്സിയുടെ മുഖം നമ്മൾ കാണട്ടാ. വേൾഡ് കപ്പ് കയ്യിൽ പിടിച്ച് ആ ഒരു സന്തോഷം മനസ്സിൻ്റെ ഉള്ളിൽ കാണാൻ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതൊക്കെ വേറൊരു തലത്തിലാവട്ടാ. ഇത്രയും വർഷം ഫുട്ബോൾ കളിച്ചിട്ട് ഈ വേൾഡ് കപ്പ് ചുംബിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഈ തവണ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല. അത് മെസ്സി നീ നേടിയെടുത്തു. അങ്ങനെ മെസ്സിയുടെ വീടിന്റെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിട്ടാ. ഒരു ഇസ്രായേലും സ്പാനിഷും ചേച്ചിയാ. നെയിം ക്ലാവിയ. യുവർ നെയിം? നോം. ഫൈൻ. അങ്ങനെ അവര് മെസ്സിയിൽ വീടാണ് വന്നിരിക്കുക. ഇവിടെ ദിവസേന ഈ വീക്കെൻഡൊക്കെ ആകുമ്പോൾ അർജന്റീനയിലത്തെ ആൾക്കാർ തന്നെ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞേട്ടാ. അതിന് അത്രയ്ക്കും ആൾക്കാർക്ക് ഒരു ഹരം കയറിയിട്ട് നിൽക്കണത്. അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചോട് കൂടിയിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇമോഷണൽ ആവുക ചെയ്യണേട്ടാ. അതിന് വേറെ രസം. ആ ഒരു കപ്പ് മെസ്സിക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ പടം വരകളാട്ടാ. എന്താന്ന് നോക്കിയാൽ ആ കപ്പ് എടുത്തപ്പോൾ എല്ലാവരും ആ ഒരു സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. ഇതൊക്കെയാണ് അവരെ ഇമോഷണൽ കാണിക്കുന്നത്. നമ്മൾ ഇവർ കൂടുതൽ സന്തോഷത്തിനാണ് ഇവർക്ക് ഇമോഷണൽ ആവാട്ടെ ചെയ്യുന്നത്. അവരെ കപ്പ് എടുത്തെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓരോ ജനതയ്ക്ക് സന്തോഷത്തിനോടൊപ്പം തന്നെ അവർ ഇമോഷണൽ ആവുക ചെയ്യണം കേട്ടോ. അതിന് അർജന്റീനയുടെ വേറൊരു മുഖം. എന്തായാലും ഓരോ ചുമരുമോ ഓരോ പടങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും ഓളിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഇന്നിവിടെ മുടക്ക് ദിവസമായ കാരണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ക്രൗഡാന്ന് പറയണം കേട്ടോ. ഇസ്മായിലെ പവറല്ല, നമ്മൾ എത്തി അടിച്ചു. അവര് നെട്ടിട്ടേ ഉള്ളേ. ട്രാവലിസ്റ്റായി സാന്തോസിന്റെ വ്യൂവേഴ്സും ഇതും കണ്ടിട്ട് സത്യം എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ട് പോയതാണ്. ആ കാര്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാം പറഞ്ഞിട്ടല്ലേ ഇപ്പം പോയത്. നീ കേക്കായിട്ടാ. അതൊരു സന്തോഷം. ഓടി നടന്നിട്ടോ ഫോട്ടോ എടുക്കണേ സാധപ്പാ. ഞാൻ ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഉള്ള ഭാഗ്യം, ഇല്ലാത്ത ഭാഗ്യം അല്ല കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, മെസ്സിന്റെ കളിച്ചു വളർന്ന ഗ്രൗണ്ട്, അത് ഇതുവരെ ഞാൻ വന്നിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. രണ്ടാമത്തത്, നമ്മള് ബന്ദേര എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതായത് ഫ്ലാഗിന്റെ അവിടെ അത് ഇതുവരെ എനിക്ക് ഓപ്പൺ ആയിട്ടില്ല. 2 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം തിരിച്ചു വന്നു. രണ്ടും നിൽക്കും. എന്തായാലും ഭാഗ്യം നമുക്ക്. ട്രാവലിസ്റ്റ് എന്റെ ഭാഗ്യല്ല, ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ഭാഗ്യം. ഈ ഫോട്ടോ എന്താ ഫോട്ടോ പിടിക്കാൻ പറ്റുമോ? റൂമിൽ നിന്നിട്ട് മെസ്സി റൂമിൽ കാണാട്ടാ. മെസ്സിയുടെ ഈ റൂമിൽ നിന്നിട്ട് മെസ്സി എല്ലാ സ്വപ്നങ്ങളും പുറത്തേക്ക് നോക്കാറ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് കാണാനില്ല, കുറെ കറണ്ട് കമ്പിയുള്ളൂ. മെസ്സിയുടെ സ്വപ്നങ്ങളൊക്കെ നേടി എടുത്തിട്ടുള്ളത് ആ റൂമിൽ നിന്നാണ്. ആളുടെ ചിന്താഗതിയും ആള് ഫുട്ബോൾ കളിക്കാരനാവണോ, സ്പെയിനിലേക്ക് പോകണോ എന്നൊക്കെ ചിന്തകളൊക്കെ വന്നത്. 35 വയസ്സായി മെസ്സിക്ക്. 1987 ജൂൺ 24 മെസ്സി ജനിച്ചേട്ടാ. എന്റെ ബർത്ത്ഡേ ജൂൺ 19, 5 ദിവസം കേപ്പെട്ടാ. അങ്ങനെ ഞാൻ 89, മെസ്സി 87, 2 വയസ്സ് മുപ്പാട്ടാ. മെസ്സി ചേട്ടൻ്റെ വീട്, മെസ്സി ചേട്ടൻ തന്നെ വിളിക്കണ്ടാ. അങ്ങനെ മെസ്സി ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പതുക്കെ വിട്ട പറയുകയാണ് സുഹൃത്തുക്കളെ. ഒരു എനർജി ലെവല് അറിയാട്ടാ മെസ്സിട്ടാ. കുറച്ചേരം ഈ വീടിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാട്ടാ ഇവിടുത്തെ കാഴ്ചകള്. ഓരോരുത്തർ വീടുകൾ കാണിച്ചുല്ലോ, ആ വീടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീടായിരുന്നു മെസ്സിയുടെ വീട്. അത് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടാ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇരുത്തിരുത്ത് ഞാൻ പറയണോട്ടോ, അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച എല്ലാ സെലിബ്രിറ്റി വീടുകളെക്കാളും ഞാൻ സ്വല്പം മുമ്പിൽ നിർത്തണത് മണിച്ചാറിൻ്റെ ഒപ്പം തന്നെ പറയാം. മണിച്ചാറിൻ്റെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമെങ്കിൽ എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡിലൊന്നാണ്. അതേപോലെ മണിച്ചാറിൻ്റെ എപ്പിസോഡിൻ്റെ ഒപ്പം തന്നെ പറയാം. അതിന് മുകളിൽ നിന്ന് പറഞ്ഞാലും തെറ്റ് വരില്ല. എന്നിരുന്നാലും മണിച്ചാറിൻ്റെ ഇഷ്ടം അവിടെ മാറ്റി നിർത്തിയ മെസ്സിയുടെ വീട് ചെയ്തപ്പോഴാണ് ആ ഒരു പവർ നമുക്ക് വന്നേടാ. അത് വ്യൂസിന്റെ കാര്യത്തിലും സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിലും ഒക്കെ പിന്നോട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയല്ലേ ഭയങ്കര സന്തോഷം കേട്ടോ. ഒന്ന്,
സിഗ്നിഫിക്ക ഊനോ. രണ്ട് 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 ഒന്ന് രണ്ട് പഠിപ്പിക്കും. മെസ്സിയുടെ വീടിന്റെ മുമ്പിൽ ഒന്ന് രണ്ട് പഠിപ്പിക്കുന്ന ഇസ്മായില്. ദോസ്. മൂന്ന് സിഗ്നിഫിക്ക ത്രേസ്. നാല് നാല് ക്വാത്രോ. അഞ്ച്. 10 പറയും. 10 പറയും. മെസ്സിയുടെ വീടിന്റെ മുമ്പിൽ 10 പറ. മെസ്സിയുടെ വീടിന്റെ മുമ്പിൽ 10 പറയും. 10. മെസ്സി 10. മെസ്സി 10. പാത്രടാ 10 ഇടാ ചെക്കൻ. പവർ 10. 10 അതന്നെ എത്രയുള്ളൂ ബാത്കത്തും. എന്താണ് എന്തിനാ പറഞ്ഞ? അവരെന്നാ പറയുന്ന ചോദിച്ചാല് മെസ്സിന്റെ പെങ്ങൾ ഇവിടെ ഇടക്കിടക്ക് വന്നിട്ട് താമസിക്കാറുണ്ട്. അതെ വിട്ടുപോയിട്ടില്ല. ഇപ്പൊ ആ ഓർമ്മകളൊന്നും വിട്ടുപോയിട്ടില്ല. Vamos Argentina. അർജന്റീന. അർജന്റീന. വാമോസ് അർജന്റീന. Vamos Argentina. അടിപൊളി. പവറേഷ്. പെങ്ങൾ ഇന്ന് രാത്രി വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. മെസ്സിയുടെ പെങ്ങള് കാരണം വലിയൊരു വണ്ടി ഉണ്ട്. ആ വണ്ടി വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരുത്താന്നാ പറഞ്ഞത്. നല്ല നല്ല ഭാഗ്യാന്ന് പറയാം എനിക്ക്. സത്യം പറയാം എനക്ക് അസൂയാന്ന് സത്യം പറഞ്ഞാല്. സത്യം സത്യം. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ നമ്മുടെ വേൾഡ് ക്ലാസ് എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മെസ്സിയുടെ വീട്ടിലേക്ക് വന്ന് മെസ്സിയുടെ വീടിന്റെ മുമ്പില് നമ്മൾ മദ്യയിൽ കാണിച്ചു പോകണല്ലോ എന്നുള്ളൊരു പരാതിയില് ആ പരാതി നമ്മളിത് മെസ്സിയുടെ വീട് ഇങ്ങനെ തലോടിക്കൊണ്ട് തീർക്കണു കേട്ടാ. നമ്മള് മെസ്സിയുടെ വീടിന്റെ ചുമരുമ അടിച്ചിട്ട് അവസാനിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇസ്മായിലിന് പ്രത്യേകം നന്ദി വേണോ? ഇസ്മായിൽ നമ്മളിവിടെ എത്തിക്കാറാ. ഇങ്ങോട്ടേക്ക് വന്നില്ലേ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ വാമോസ് അർജന്റീന. വാമോസ് അർജന്റീന. 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 അർജന്റീന.